ഇപ്പോൾ ഒരു കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത് മെയിൻ ട്രാൻസ്ഫോമർ സപ്ലൈ വരേണ്ട ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കേബിൾസ് ഒന്നും വന്നിട്ടില്ല. ബിൽഡിങ്ങിൽ നമുക്കിപ്പോൾ പവർ സപ്ലൈ വേണം താനും. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ജനറേറ്റർ വെച്ചിട്ട് ഈ MDB-യിലോട്ട് പവർ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പവർ കൊടുക്കുമ്പോൾ ഈ ക്യാബിൽ കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ ജനറേറ്ററിൻ്റെ മറ്റേ ക്യാബിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇത് മൊബൈൽ ജനറേറ്ററിൻ്റെ ക്യാബിനാണ്. ഇതിൽ താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കേബിൾസ് കണക്റ്റഡ് ആണ്. കാരണം ഇത് പവർ കൊടുത്തിട്ടുണ്ട്. ഇത് പവർ കൊടുത്തിട്ടുള്ളത് എക്സ്റ്റേണലായിട്ടുള്ള ഒരു ജനറേറ്ററിൽ നിന്നാണ്. അതാണ് മൊബൈൽ ജനറേറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി കേബിൾസ് എവിടെ പോയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വെളിയിൽ കണ്ട ഈ ജനറേറ്റർ, ഇത് ടെമ്പററി ആയിട്ട് കൊണ്ടുവന്ന് വെച്ച കേബിളാണ്. ഇതാണ് മൊബൈൽ ജനറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൊബൈൽ ജനറേറ്റർ വന്നിട്ടുള്ള ഈ കേബിൾ നമ്മൾ ടെമ്പററി ആയിട്ട് വെളിയിലൂടെ ജസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ദിവസം 2 ദിവസത്തിനോ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടും ചെയ്യാം. ഇനി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ കേബിൾസ് ആണ് അവിടെ കണക്ട് ആയിട്ടുള്ളത്. ഇതാണ് മൊബൈൽ ജനറേറ്റർ. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ATS പാനലായിട്ട് കണക്ട് ചെയ്യുന്ന ജനറേറ്റർ അല്ല. അത്